കോഴിക്കോട് കൊയിലാണ്ടിയിൽ പടക്കം പൊട്ടിക്കുന്നതിനിടയിലുണ്ടായ അപകടത്തിൽ മരിച്ച അദ്വൈതിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. സ്ഫോടക വസ്തു പഴയ സ്റ്റീൽ പാത്രത്തിൽ വെച്ച് പൊട്ടിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പാത്രത്തിന്റെ ഒരു ഭാഗം അടർന്ന് അദ്വൈതിന്റെ ശരീരത്തിൽ തറയ്ക്കുകയായിരുന്നു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിനോജ്, അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമായിരുന്നു അത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും വളരെ എല്ലാവരും വിഷുവിന്റെ ആഘോഷത്തിൽ സന്തോഷത്തിലുള്ള ഘട്ടത്തിലാണ് കൊയിലാണ്ടിൽ നിന്ന് ഈ ദുഃഖകരമായ വാർത്ത ഇന്നലെ വൈകിട്ട് വരുന്നത്. ഇന്ന് അദ്വൈതിന്റെ പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിൽ നടന്നതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ട് കൊടുക്കും. ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അതായത് കൂട്ടുകാർക്കൊപ്പം പടക്കം പൊട്ടിക്കുകയായിരുന്നു അദ്വൈത്. വീടിനടുത്ത് തന്നെയുള്ള ക്ഷേത്രത്തിന്റെ ഒരു മൈതാനത്ത് വെച്ച് ഈ 16 വയസ്സുള്ള അദ്വൈത് SSLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് പടക്കം പൊട്ടിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ആശയം കുട്ടികൾക്കിടയിൽ വരുന്നത്. കൂടുതൽ ശബ്ദം കേൾക്കാൻ വേണ്ടി എന്ത് വഴി തേടണമെന്ന് നോക്കിയപ്പോഴാണ് മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ പരിശോധിച്ചു. അങ്ങനെ പാത്രത്തിനകത്ത് സ്റ്റീൽ കണ്ടെയ്നറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ശബ്ദം കേൾക്കുമെന്ന യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ആ രീതിയിൽ ഗുണ്ട് പഴയ സ്റ്റീൽ പാത്രത്തിനകത്ത് വെച്ച് പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ ഗുണ്ട് പൊട്ടിത്തെറിച്ച് ആ സ്റ്റീൽ പാത്രത്തിന്റെ ചീളുകൾ അദ്വൈതിന്റെ നെഞ്ചോട് ചേർന്നുള്ള ഭാഗത്ത് തുളച്ച് കയറുകയാണ് ചെയ്തത്. ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ വേണ്ടി സാധിച്ചില്ല. രാത്രിയോടുകൂടി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ കുട്ടികൾ ആണ് ഒപ്പമുണ്ടായിരുന്നത്, മറ്റേതെങ്കിലും മുതിർന്ന ആളുകൾ ഒപ്പം ഉണ്ടായിരുന്നോ, മുതിർന്ന ആളുകൾ ആരെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രാഥമിക പരിശോധനയിൽ തന്നെ കുട്ടികൾ മൊബൈൽ ഫോണിൽ നോക്കി യൂട്യൂബ് നോക്കിയാണ് ഈ പടക്കം പൊട്ടിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.